സജീവ പ്രവർത്തനായിരുന്നു. പക്ഷെ പലപ്പോഴും ഞാൻ സഞ്ചരിക്കുന്ന ഒരു ബസ്സിലാണെങ്കിൽ എനിക്ക് സീറ്റ് ഒരുക്കുന്നത് എതിർ ദിശയിൽ വരുന്ന ബസ്സിലെ ആളുകളായിരുന്നു, അതിലെ ജീവനക്കാരായിരുന്നു. ഇപ്പോൾ മൊയ്ച്ച പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും മൊയ്ച്ചാക്ക് പോലും ഓർമ്മ ഉണ്ടായില്ല. ഒരു 15 വർഷം മുമ്പ് ഒരു പള്ളിയുടെ ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അളയമാരുടെ ഒരു ആവശ്യത്തിന് പല ആളെയും സമീപിച്ചു. എൻ്റെ അളയ പള്ളിക്കര കൂടി പോയപ്പോൾ അവിടെ ലെറ്റർ വേണമെന്നൊക്കെ നമ്മളിവിടെ താമസമില്ലാത്തതുകൊണ്ട് തന്നെ പള്ളിയിൽ കൂടിയില്ലാത്തതുകൊണ്ട് തന്നെ ആ വിഷയം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ പല ആളുകളെയും സമീപിച്ചപ്പോഴും എല്ലാവരും പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആരും പറഞ്ഞു മൊയ്തിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ പോയി കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആ പാർട്ടി പ്രവർത്തിക്കാവുന്നില്ല, അതൊന്നും കാര്യമില്ല, നീ ഒന്ന് കണ്ടുവിട്ടറിഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് കണ്ടപ്പോൾ പെട്ടെന്ന് മൊയ്ച്ചറിഞ്ഞു, എൻ്റെ ഇവിടെ ഈ പള്ളിയുടെ ലെറ്റർ ഞാൻ തരാം, ഞാൻ ആരും എന്തൊന്നുമില്ല, ഈ നാട്ടിൽ കണ്ടുള്ള ആ ഒരു പരിചയം വെച്ചിട്ട് പെട്ടെന്ന് ആ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, പാർട്ടി നോക്കിയിട്ടല്ല, എപ്പോഴും മാനുഷികപരമായ കാര്യങ്ങളിൽ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനെ പണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പിന്നെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പയിൻ നടന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു അക്ബർ എന്ന് പറയുന്നൊരു കുട്ടി ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു കൂപ്പരിചരണം നടത്തുന്നു. നിങ്ങൾക്ക് അറിയില്ല, പാലിന് ഇൻഹാമെന്നവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുള്ളൊരു കിംവദന്തി. അപ്പം അങ്ങനെ അതിന് ഭാവിയിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാണ്, ഞാൻ പാലോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ വാങ്ങാൻ അങ്ങാടിയിൽ വന്നപ്പോൾ എനിക്കിത് കയ്യിൽ കിട്ടിയതല്ല, എല്ലാവരും പിടിച്ചുകൊണ്ടൊന്നുമല്ല, ഞാൻ സ്വമേധയാ വർഷങ്ങളായി തീരുമാനിച്ചെടുത്ത തീരുമാനമാണ്. അതുപോലെ ഇപ്പോൾ ഈ വിഷയം ഇവിടെ എൻ്റെ കൂടെ ജോലിയുന്ന നമ്മുടെ ഇബ്രാഹിം ചാൻ ഇവിടെ വന്നപ്പോൾ ആ വിഷയം മെമ്പറിന് ഒന്നും തന്നെ ബോധിപ്പിച്ചപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വന്നിട്ട് അവർക്ക് എന്നാ ഇബ്രാഹിം പറഞ്ഞില്ല ഒരാൾ കൊണ്ടുവന്നല്ലോ മെമ്പർഷിപ്പ് തന്നല്ല, രഹസ്യമായി എന്നോട് ചോദിച്ചു, ഇങ്ങനെ ആവശ്യം പറയുന്നുണ്ട്, സമ്മതമാണോ? അതായത് മെമ്പർഷിപ്പിന് എടുക്കുന്ന ആളുടെ സ്വമേധ സമ്മതമാണോ എന്നുള്ള കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ആധികാരികമായി മെമ്പർഷിപ്പ് തന്നതും കൂടി അറിയിക്കാണ്. സമയം വൈകണ്ടാനും ചുരുക്കാണ്. ഇൻഷാ അല്ലാഹ് എണ്ണം കൊണ്ടല്ല വണ്ണം ഉണ്ടാവില്ല എന്നുള്ള ഗുണത്തിലൂടി നമുക്ക് ഇനി പ്രവർത്തിക്കാമെന്നുള്ള വലിയ മെസ്സേജ് പാസ് ചെയ്ത് മതിയേക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.